എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഐ, വി, ദേ, യു, ഹി, ഷീ ഇതെല്ലാം പാസ്റ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സബ്ജക്റ്റ് ഏതായിക്കോട്ടെ, സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ ഭാവഭേദമില്ലാതെ ഏത് വരും? ഹാഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു അല്ലെ? ഇനി നമ്മൾക്ക് അടുത്തത് നോക്കാം. എന്താണ് അടുത്ത? ചില സെന്റൻസുകളിൽ വ്യത്യാസം. ചില സെന്റൻസുകളിൽ നമുക്ക് ഈ ഈസും ആസും അതായത് ഓക്സിലിയറി വെർബ് ഡയറക്റ്റ് ആയിട്ട് വരാത്ത സിറ്റുവേഷൻസ് ഉണ്ടാക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ദേ പ്ലേ ഫുട്ബോൾ അല്ലേ? ദേ പ്ലേ ഫുട്ബോൾ. They play football. ഇവിടെ നോക്കൂ, ഇതില് നിങ്ങൾക്ക് ഓക്സിലിയറി വെർബ് ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഈസോ, ആറോ, ഹാസോ, ഹാവോ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള സെന്റൻസുകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈസ് ആറ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്സിലിയറി അങ്ങനെ എടുത്തതിന് ശേഷം അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചേർത്തി നോട്ടൊക്കെ എഴുതിയിട്ട് സബ്ജക്റ്റ് അപ്പുറത്തേക്ക് എഴുതിക്കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ ഈസും ഷീ എന്നിട്ടാൽ അത് എന്തായി? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇങ്ങനത്തെയുള്ള സിറ്റുവേഷനിൽ ഇതിൽ എന്ത് ചെയ്യുന്നില്ല? ഓക്സിലിയറി വെർബുകൾ വരുന്നില്ല. വിത്തൗട്ട് ഓക്സിലിയറി വെർബ്, വിത്തൗട്ട് ഓക്സിലിയറി. ഈ ഓക്സിലിയറി ഇല്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അറിയില്ലേ ഇങ്ങനെയുള്ളതിന് ക്വസ്റ്റ്യൻ ടാഗ് വേണ്ട എന്നാണോ? അല്ല, ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന് ചില എന്താ പറയാ റൂൾസ്, ഇതിലൊരു ഹിഡൻ അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെയുള്ള സെന്റൻസിന് ദേ, വി, ഐ, യു ഇങ്ങനെയുള്ള സെന്റൻസ്, ഈ സെന്റൻസുകളൊക്കെ വെച്ചിട്ട് ഈ സബ്ജക്റ്റ് വെച്ചിട്ടാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ഏതൊക്കെയാണ് വന്നത്? ദേ, വി, ഐ, യു ഇങ്ങനെയുള്ളതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താണ് ഉപയോഗിക്കുക? ഡു ഉപയോഗിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക? ഡു. ദേ, വി, ഐ, യു ഇതെല്ലാം എന്താണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക? ഡു. ഈ ഡു ഉപയോഗിക്കുന്നത് ഏത് ടെൻസ് ആണെങ്കിലും മാത്രമാണ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കുക? സെന്റൻസ് എന്ത് ടെൻസിലാണെങ്കിൽ? പ്രസന്റ് ടെൻസിലാണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഡു ഉപയോഗിക്കുക. അപ്പൊ ദേ പ്ലേ ഫുട്ബോൾ എന്നുള്ളത് ഇത് വെർബ് നോക്കൂ. പ്ലേ ഫുട്ബോൾ ഏത് ടെൻസ് ആണ്? പ്രസന്റ് ആണ് അല്ലേ? പ്ലേ എന്നുള്ളത് എന്താണ്? പ്രസന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദേ വരുമ്പോൾ ഏത് വേണം? ടു. അപ്പൊ ആദ്യം എന്തെടുത്തു? ഡു എന്നുള്ളത് എടുത്തു. ഡു. ഇനി വീണ്ടും നമ്മുടെ മറ്റേ രണ്ടാമത്തെ റൂൾ സെയിം ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ നോക്കുക. ഏതാണ്? പോസിറ്റീവ് ആണ്. സോ എന്ത് വേണം? നോട്ട് അല്ലേ? ഡു നോട്ട് എന്നുള്ളത് ഡോണ്ട് എന്നാണ് നമ്മൾ വായിക്കുക. ഡു നോട്ടിനെ നമ്മൾ എങ്ങനെ വായിക്കും? ഡോണ്ട്. ഇനി സബ്ജക്റ്റ് ഇവിടെ എന്താണ്? ദേ ആണ്. അപ്പൊ അത് അങ്ങോട്ട് എടുത്തെഴുതി. ഡോണ്ട് ദേ. എന്താണ്? ഡോണ്ട് ദേ. ക്ലിയർ ആയോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ദേ, വി, ഐ, യു എന്നുള്ളതൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വരികയും ഓക്സിലിയറി വെർബ് അതിനോടൊപ്പം ഇല്ലാതിരിക്കുകയും ഈസോ, ആറോ, ഹാസോ, ഹാവോ ഒന്നുമില്ലാതെ വരുമ്പോൾ സെന്റൻസ് പ്രസന്റിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേർക്കേണ്ടത് ഏതാണ്? അതാണ് ഹെൽപ്പിംഗ് വെർബ് ആയിട്ട് ചേർക്കേണ്ടത് ഡു ആണ് അല്ലെ? ഏതാണ് അവിടെ ഹെൽപ്പിംഗ് വെർബ് ആയിട്ട് നമ്മൾ ചേർക്കേണ്ടത്? ഡു. ഡു എന്ന് ചേർത്തു. അതിനുശേഷം സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ സെന്റൻസ് എന്തായിരുന്നു? പോസിറ്റീവ് സെന്റൻസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നോട്ട് ചേർത്തു. പിന്നെ സബ്ജക്റ്റ് ദേ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ദേ എടുത്തെഴുതി. ഇപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് കിട്ടി? ഡോണ്ട് ദേ. ദേ പ്ലേ ഫുട്ബോൾ. ഡോണ്ട് ദേ. They play football.
don't they. ഇനി നമുക്ക് ഇതിൽ തന്നെ വേറൊരു ഉപമ. They played football അല്ലേ, past tenseലേക്ക് മാറ്റാം. They played football. ഇത് ഏത് സെന്റൻസ് അല്ലെങ്കിൽ ഏത് ടെൻസ് ആണ്? പാസ്റ്റ് ആണ് അല്ലേ. They played football എന്നുള്ളത് എന്താണ്? പാസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഡു ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. പാസ്റ്റ് ടെൻസ് വരുമ്പോൾ നമ്മൾ ദേയോടൊപ്പം എന്ത് ഉപയോഗിക്കും? ഡിഡ് ഉപയോഗിക്കും. എന്താണ് ഉപയോഗിക്കുന്നത്? ഡിഡ്. എന്നിട്ട് നെഗറ്റീവ് ചേർക്കുക, കാരണം സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും? ഡിഡ്ന്റ് ദേ അല്ലേ. എന്താണ്? ഡിഡ്ന്റ് ദേ. സെന്റൻസ്, ഈ രണ്ട് സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്ന് എന്താണ്? പ്രസന്റ് ടെൻസിലാണ്. പ്രസന്റ് ടെൻസിൽ ദേ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഡു ചേർക്കും. പാസ്റ്റ് ടെൻസിൽ ദേ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ഡിഡ്ന്റ് ചേർക്കും. അപ്പോ ഡു ചേർക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു. ദേ, വി, ഐ, യു ഒക്കെ എന്താണ്? ഡു ആണ് വരുന്നത്. ഇനി നമ്മൾ ഈ സെന്റൻസിനെ ഒന്ന് മാറ്റിയിട്ട് ഷീ പ്ലേ ഫുട്ബോൾ. ഷീ പ്ലേ ഫുട്ബോൾ. സെന്റൻസിൽ എന്ത് മാത്രം മാറി? സബ്ജക്റ്റ് മാറി അല്ലേ. ദേ മാറിയിട്ട് എന്ത് വന്നു? ഷീ വന്നു. ഷീ വരാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഡു ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മൾ ഈ ഡു ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ ബി, ഐ, യു, ദേ ഒക്കെ പറഞ്ഞിട്ടുള്ളൂ, ഷീ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോ ഷീയും ഹീയും ഇറ്റും, അതുപോലെ തന്നെ ആളുകളുടെ പേരുകള്, നെയിം ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ പ്രോപ്പർ നൗൺ എന്ന് പറയാം അല്ലെ. പ്രോപ്പർ നൗണുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഡസ് ആണ് ചേർക്കേണ്ടത്. ഇതിനോടൊപ്പം ഷീ, ഹി, ഇറ്റ്. അതുപോലെ തന്നെ പ്രോപ്പർ നൗണുകളൊക്കെ വരുമ്പോൾ എന്ത് ചേർക്കണം? ഡസ് ചേർക്കണം. അത് ഏത് ടെൻസ് ആണെങ്കിൽ മാത്രം? പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ പ്രസന്റ് ടെൻസ് തന്നിരിക്കുന്നത്? എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. ഷീ ആണ് സബ്ജക്റ്റ്. ഷീ സബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചേർക്കാം? ഡസ്. ഇനി അടുത്തത് സെയിം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. ഏതാണ്? ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഡസന്റ്. സബ്ജക്റ്റ് ഏതാണ്? ഷീ. ഡസന്റ് ഷീ അല്ലേ. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഷീ പ്ലേ ഫുട്ബോൾ. ഡസന്റ് ഷീ. അപ്പൊ അതെങ്ങനെയാ ഡസ് വന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. ഇതേപോലെ നമുക്ക് വീണ്ടും ഇതിന്റെ പാസ്റ്റിലേക്ക് മാറ്റിയാലോ? ഷീ പ്ലേഡ് ഫുട്ബോൾ. ഷീ പ്ലേഡ് ഫുട്ബോൾ. നോക്കൂ, ഷീ പ്ലേഡ് ഫുട്ബോൾ ഏത് ടെൻസ് ആണ്? പാസ്റ്റ്. അപ്പൊ വീണ്ടും ഡസ് ആണോ വരാ ഷീയുടെ മുൻപില്? അല്ല. പാസ്റ്റില് ഹാസിലും ഹാവിലും ഒക്കെ ഹാഡ് വരുന്നത് പോലെ ഡു ആയാലും ഡസ് ആയാലും എന്ത് തന്നെ വരണം? പാസ്റ്റില് ഡിഡ് തന്നെ വരണം. എന്ത് വരണം? ഡിഡ്. അപ്പൊ ഇതിൽ എന്തായിരിക്കും? ഡിഡ്ന്റ് ഷീ. എന്താണ് വരേണ്ടത്? ഡിഡ്ന്റ് ഷീ. അപ്പൊ ഒരു കാര്യം കൂടി ഓർക്കുക. എന്താണ്? ഡോണ്ട് അല്ലെങ്കിൽ ഡു. ഡു, ഡോണ്ട് അല്ലേ. ഇതല്ലേ ഇതിന്റെ നെഗറ്റീവ്. ഡൂന്റെ നെഗറ്റീവ് എന്താണ്? ഡോണ്ട് ആണ്. ഈ ഡോണ്ട് സബ്ജക്റ്റ് ആയിട്ട് ഏതിനോടൊപ്പൊക്കെയാണ് വരുന്നത്? ഐ, വി, യു, ദേ. ഐ, വി, യു, ദേ. ഡൂന്റെ ഡോണ്ട്. ഇനി അടുത്തത് ഏതാണ്? ഡസ് ആണ്. ഡസിന്റെ നെഗറ്റീവ് ഏതാണ്? ഡസന്റ് അല്ലേ. ഡസിന്റെ നെഗറ്റീവ് ഏതാണ്? ഡസന്റ്. ഡസന്റ് ഏതിനോടൊപ്പമാണ് സാധാരണ വരാറുള്ളത്? ഷീ, ഹി, ഇറ്റ്. അതുപോലെ തന്നെ പ്രോപ്പർ നൗണുകളോടൊപ്പവും ഏതാണ് വരുന്നത്? ഡസ്. ഷീല ഡസ് അല്ലേ. അങ്ങനെയാണ് വരിക. അടുത്തത് ഡിഡ് ആണ്. അടുത്തത് ഏതാണ്? ഡിഡ്. നെഗറ്റീവ് എന്താണ്? ഡിഡിന്റ്. ഇത് എല്ലാം ഈ സംഭവങ്ങൾ മൊത്തം പാസ്റ്റ് ടെൻസിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഡിഡ് ആണ് ഉപയോഗിക്കുക. ഇപ്പൊ നമുക്കൊരു സെന്റൻസ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്താ പറയാ, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനായിട്ട് ഏതില്ലെങ്കിൽ
ഓക്സിലിയറി verb ഇല്ലെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്തു മനസ്സിലാക്കി നമ്മൾ പഠിച്ചു അല്ലേ. ഒരു 2-3 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാകും. അതായത് വിത്തൗട്ട് ഓക്സിലിയറി അല്ലേ, ഓക്സിലിയറി verb ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? They enjoy playing football. നമുക്കൊരു സെന്റൻസ് എഴുതാം അല്ലേ. They enjoy playing football. They enjoy playing football. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഹെൽപ്പിംഗ് verb നിങ്ങൾക്ക് കാണാനുണ്ടോ? ഓക്സിലിയറി verb ഈസോ ആറോ ഒന്നുമില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം? they ആണ് സബ്ജക്റ്റിലുള്ളത്. സോ എന്ത് വരണം? do വരണം. വേണ്ടേ? do. പിന്നെ സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ എന്താണ്? not, don't. പിന്നെ സബ്ജക്റ്റ് ഏതാണ്? they. എന്താണ് വരിക? don't they. They enjoy playing football. Don't they? ഇതാണ് അതിന്റെ question tag. She is not thinking of movie. She is not thinking of movie. She is not thinking of movie. നോക്കൂ, ഇതെന്ത് സെന്റൻസ് ആണ്? നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലേ. ഷീ ഈസ് നോട്ട് തിങ്കിങ് ഓഫ് മൂവി. ഇറ്റ്സ് എ നെഗറ്റീവ് സെന്റൻസ്. എങ്ങനെ മനസ്സിലായി? നോട്ട് ഉണ്ട്. പിന്നെ ഇതിൽ എന്തുണ്ട്? ഈസ് ഉണ്ട്. ഓക്സിലിയറി verb ആയിട്ട് എന്ത് വരുന്നുണ്ട്? ഈസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വേറെ ഒന്നും ഷീ ഡസ് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈസ്. പിന്നെ ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ നോട്ട് ചേർക്കണോ? വേണ്ട. പിന്നെ അതിന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള എന്തെടുത്ത് എഴുതുക? ഷീ ഈസ് ഷീ. ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ ടാഗ്. Then they won't shut up. ഒരു സെന്റൻസ് ആണ്. They won't shut up. They won't shut up. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സംശയമുണ്ട്. ഈ won't എന്നുള്ളത് എന്താണ് അല്ലേ? want എന്നുള്ളത് നമ്മളുടെ will not എന്നുള്ളതിന്റെ റിപ്രസെന്റേഷൻ ആണ് ഇതെന്ന് പറയുന്നത് want. നമ്മൾ സാധാരണ will not എന്തായിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്? want എന്നാണ് എഴുതുക കേട്ടോ. will not എന്താണ്? want. അപ്പൊ they won't shut up. will not ആണ് want, മറക്കരുത്. they won't shut up. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ want എന്നുള്ളതിന് എന്ത് വരണമെന്ന് നമുക്കറിയാം. will not ആണ്. അപ്പൊ അവിടെ എന്താണ് എഴുതേണ്ടത്? will അല്ലേ. എന്താണ് എഴുതേണ്ടത്? will. പിന്നെ not എന്നുള്ളത് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ അവിടെ എന്തിന്റെ ആവശ്യം? നോട്ടിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ അവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? they. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? will they അല്ലേ. എന്താണ്? will they. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ബോണ്ട് will നോട്ടും നമ്മളൊരു സെപ്പറേറ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഓക്സിലിയറി verb-ല് will not എന്ന് എഴുതാതെ ബോണ്ട് എന്ന് തന്നു കഴിഞ്ഞാൽ will അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇനി അതേപോലെ സെന്റൻസ് will വെച്ചിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ she will അല്ലേ, she will come എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? will ഉണ്ട്. അപ്പൊ വില്ലിന്റെ അതേ തന്നെ നമ്മളിവിടെ എഴുതണം. വില്ലാണ് എഴുതുന്നത്. വില്ല്. പിന്നെ എന്താണ്? നോട്ടാണ്. അപ്പൊ നമ്മൾ will not എന്ന് പകരം എന്തെഴുതും? won't she അല്ലേ. എന്താണ് എഴുതേണ്ടത്? will not പകരം എന്തെഴുതണം? won't. കാരണം ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലേ, അതുകൊണ്ട് നോട്ട് ചേർത്തു. അപ്പൊ will not എന്ന് എഴുതാതെ നമ്മൾ എന്തെഴുതി? won't she. Then നമുക്ക് അടുത്ത സെന്റൻസ് വരണം. Jack brought a new car. Jack brought a new car. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഷീയും ഹീയും ദേയും ഒക്കെ വെച്ചിട്ടാണ് എഴുതിയത് അല്ലേ. പേര് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഒരു സെന്റൻസ് എഴുതിയില്ല. നമ്മൾ ഇവിടെ പേര് ഹീക്കൊക്കെ പകരം എന്ത് ഉപയോഗിച്ചു? ജാക്ക് എന്നാണ് ഉപയോഗിച്ചത്.
അപ്പൊ ജാക്ക് ബ്രോട്ട് എ ന്യൂ കാർ. ഇതിന് നിങ്ങൾക്ക് ഈസോ വാസോ ഒന്നും എന്തില്ല, കാണാനില്ല അല്ലേ? ഈസോ വാസോ കാണാനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഓൾറെഡി ജാക്ക് എന്ന് പറയുന്ന സമയത്ത് എന്ത് വിചാരിക്കും? ഓ പേരാണ്, നേരിട്ടിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡസ് ആണ് ഉപയോഗിക്കും. പക്ഷേ സെന്റൻസ് ഏത് ടെൻസ് ആണ് എന്നുള്ളത് നോക്കുക. ഏത് ടെൻസ് ആണ്? ബ്രോട്ട് ആണ് അല്ലേ? ജാക്ക് ബ്രോട്ട് എ ന്യൂ കാർ. പാസ്റ്റ് ടെൻസ് അല്ലേ? പാസ്റ്റ് ആകുന്ന സമയത്ത് എന്ത് ഉപയോഗിക്കണം? ഏതിനായാലും പാസ്റ്റ് സബ്ജക്റ്റ് നോക്കാതെ പാസ്റ്റ് ആണെങ്കിൽ എല്ലാത്തിനും ഏതാ ഉപയോഗിക്കുക? ഡിഡ് ആണ് ഉപയോഗിക്കുക അല്ലേ? ഡിഡ്. പിന്നെ ഇവിടെ എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഡിഡ്ന്റ്. പിന്നെ ജാക്കിന് ഡിഡിന്റ് ജാക്ക് എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. ജാക്ക് ആണെങ്കിൽ ആണായതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഹി. അപ്പോൾ ഡിഡ്ന്റ് ഹി എന്നുള്ളതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്. ജാക്ക് ബ്രോട്ട് എ ന്യൂ കാർ, ഡിഡ്ന്റ് ഹി എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് വിത്ത് ഓക്സിലിയറിയും വിതൗട്ട് ഓക്സിലിയറിയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അതിൽ ഓക്സിലിയറി വേർബ് ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതിയതിനു ശേഷം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിനോടൊപ്പം നെഗറ്റീവ് ആക്കിയിട്ട് നോട്ട് ചേർത്തി സബ്ജക്റ്റ് എന്താണോ അതെടുത്ത് എഴുതുക. ഇനി നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിനെ എന്താക്കി മാറ്റണം? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആക്കി മാറ്റണം. ഈസും ആറും ഹാസും ഹാവും ഹാഡും ഒക്കെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാം. Then without auxiliary verb question tag വരികയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? do does ഉപയോഗിക്കണം അല്ലേ? do എന്നുള്ളത് ഏതിനോടൊപ്പമാണ്? I we they you എന്നുള്ളതൊക്കെ പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? do ഉപയോഗിക്കാം. ഇനി ഡസ് ആണെങ്കിൽ എന്താണ്? സിംഗുലർ വേർബുകളായി സിംഗുലർ നൗണുകളായിട്ടുള്ള ഷീയും പിന്നെ അതുപോലെ തന്നെ ഹി ഇറ്റ് പ്രോപ്പർ നൗണുകളോടൊപ്പം ഒക്കെ എന്ത് ഉപയോഗിക്കാം? ഡസ് ഉപയോഗിക്കാം. ഇതിന്റെ എല്ലാ കാറ്റഗറിയിലും പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഡിഡ് ഉപയോഗിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ചില വ്യത്യാസപ്പെടുത്തലുകൾ, ചില വ്യത്യാസങ്ങൾ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ചില സെന്റൻസുകൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ നമ്മൾക്ക് കുറച്ച് റൂൾസും കൂടി ഇതിൽ പഠിക്കാനുണ്ട് ക്വസ്റ്റ്യൻ ടാഗിൽ. അതുകൂടി ഒന്ന് നോക്കാം.